അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട മുഹിബീങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ചില സമയങ്ങളിൽ തുടർച്ചയായി ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും വന്നുകൊണ്ടിരിക്കും. അത്തരം സമയങ്ങളിൽ അല്ലാഹുവിൻ്റെ മനോഹര നാമങ്ങളായ അസ്മാഉൽ ഹുസ്നയിൽ നിന്ന് ഈ ദിക്ർ ചെയ്യുന്നത് ആത്മീയമായ ആശ്വാസവും അല്ലാഹുവിലേക്കുള്ള അടുപ്പവും വർദ്ധിപ്പിക്കുന്ന അമലാണ്. ഇന്ന് നമുക്ക് പരിചയപ്പെടാനുള്ളതും അല്ലാഹുവിൻ്റെ മനോഹര നാമമായ അൽ ലത്തീഫ് എന്ന ഇസ്മാണ്. അൽ ലത്തീഫ് എന്ന നാമത്തിൻ്റെ അർത്ഥം എല്ലാ കാര്യങ്ങളിലും അതിസൂക്ഷ്മമായ അറിവുള്ളവൻ, തൻ്റെ ദാസന്മാരോട് അതിയായ കരുണയും സൗമ്യതയും കാണിക്കുന്നവൻ എന്നാണ്. പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് ആത്മീയമായ അനുഭവങ്ങളിൽ ഇപ്രകാരം പരാമർശിക്കുന്നു: വല്ലവനും യാ ലത്തീഫ് എന്ന ഇസ്മ് 100 തവണയോ 133 തവണയോ ചൊല്ലിയാൽ അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ അവൻ്റെ ഞെരുക്കങ്ങൾ നീങ്ങുകയും കാര്യങ്ങൾ എളുപ്പമാവുകയും ചെയ്യും എന്നതാണ് ഈ ഇസ്മിൻ്റെ പ്രത്യേകത. നാം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയും പാപങ്ങളിൽ നിന്ന് തൗബ ചെയ്യുകയും 5 നേരം നിസ്കാരം കൃത്യമായി നിർവഹിക്കുകയും ഹലാലായ മാർഗങ്ങളിൽ പരിശ്രമിക്കുകയും വേണം. അപ്പോൾ അല്ലാഹു നമ്മുടെ ബുദ്ധിമുട്ടുകൾക്ക് ആശ്വാസം നൽകുകയും പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ സഹായിക്കുകയും ചെയ്യും എന്നതാണ്. ഇൻഷാ അല്ലാഹ്. പ്രിയ സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ ഈ മഹത്തായ നാമം ഹൃദയത്തിൽ ഉറപ്പോടെ ദിക്ർ ചെയ്യുക. എല്ലാ കാര്യങ്ങളും അല്ലാഹുവിൻ്റെ കൈകളിലാണെന്ന് വിശ്വസിക്കുക. അവനിൽ ആശ്രയിക്കുന്നവരെ അല്ലാഹു ഒരിക്കലും കൈവിടുകയില്ല. അല്ലാഹു നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും നീങ്ങുകയും കാര്യങ്ങൾ എളുപ്പമാക്കുകയും ഈ ലോകത്തും പരലോകത്തും നന്മകൾ നൽകുകയും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു ഇഷ്ടപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അവനെ സദാസമയം ഓർത്ത് ഇബാദത്ത് എടുക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഇത്തരത്തിലുള്ള കൂടുതൽ ഇസ്ലാമിക് വീഡിയോകൾക്കായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുതേ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. ദുആ വസിയത്തോടെ.